നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, പെൺവാണിപ്പാണോന്ന്. ഇനി അതും കൂടി മതി, ബാക്കി എല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നടാ 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ നീയല്ലേ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തത് നിന്റെ 5 പൈസ ഇല്ലെന്ന്? 5 പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇത് 50 രൂപയാ. അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ്സിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിന് എന്തിനാ 100 രൂപ? ബസ്സില പെങ്ങാമാരെ കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്? എടാ, ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും? സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. പാണ്ടിലോറി ഇടിച്ചു ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. നീ അവളുടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ.